നമ്മുടെ ജീവിതത്തിൽ ചില നിമിഷങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കാതിരുന്നിട്ടും അശ്ലീലമായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നുവരാറുണ്ട്. ഇത് നമ്മുടെ ദുർബലത കൊണ്ടല്ല, ഇത് ശൈത്വാൻ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നടത്തുന്ന ഒരു ആക്രമണമാണ്. അപ്പോൾ നമ്മൾ നിരാശരാകേണ്ടതില്ല. കാരണം ഇസ്ലാം നമ്മെ അതിനുള്ള ശക്തമായ പ്രതിവിധി പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ലളിതമായ മാർഗം ഇതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുക. തുടർന്ന് ഇടത്തോട്ട് 3 പ്രാവശ്യം ലഘുവായി ഊതിത്തുപ്പുക. ഇതെന്തുകൊണ്ടാണ്? കാരണം ശൈത്വാൻ മനുഷ്യന്റെ മനസ്സിൽ വാസ്വസകൾ കുത്തിവയ്ക്കുന്ന ചിന്തകൾ നൽകിയാണ് പ്രവർത്തിക്കുന്നത്. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ ശൈത്വാൻ അവിടെയിൽ നിന്ന് പിന്നോട്ടു പോകാൻ നിർബന്ധിതനാവുന്നു. ഇത് ഒരു അന്ധവിശ്വാസമല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആത്മീയ സംരക്ഷണമാണ്. നമ്മൾ ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഹൃദയം ശാന്തമാകും, ചിന്തകൾ മങ്ങിത്തുടങ്ങും, മനസ്സിലൊരു ആത്മീയ ശക്തി ഉണ്ടാകും. ഓർക്കുക, ചിന്ത വരുന്നത് പാപമല്ല, ചിന്തയിൽ തുടരുന്നതാണ് അപകടം. അതുകൊണ്ട് തന്നെ ചിന്ത വരുമ്പോൾ തന്നെ അള്ളാഹുവിലേക്ക് ഓടിപ്പോകുക. ശൈത്വാനെതിരെ നമ്മൾ ഒറ്റക്കല്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നു മുതൽ അശ്ലീലമായോ അനാവശ്യമായോ ചിന്തകൾ മനസ്സിലേക്ക് വന്നാൽ നിങ്ങൾ ഈ ഒരു കാര്യം പരീക്ഷിച്ചു നോക്കൂ. ഔദുവും ബിസ്മിയും ഓതി ഇടത്തോട്ട് 3 പ്രാവശ്യം ലഘുവായി ഊതിത്തുപ്പുക. ഇതൊരിക്കൽ മാത്രമല്ല, തുടർച്ചയായി ചില ദിവസങ്ങൾ ചെയ്തു നോക്കൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന മാറ്റം നിങ്ങൾ തന്നെയാകും ആദ്യം അനുഭവിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈ മാർഗം സഹായകമാണെന്ന് തോന്നിയാൽ ദയവായി ഇത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. കാരണം ഒരു നല്ല കാര്യത്തിലേക്ക് മറ്റൊരാളെ വഴി നടത്തുന്നവന് അത് ചെയ്യുന്നവന്റെ പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വീഡിയോ, ഒരു വാക്ക്, ഒരു പങ്കുവെപ്പ് അത് ഒരാളുടെ ജീവിതം പോലും മാറ്റിയേക്കാം. നന്മകൾ പങ്കുവയ്ക്കാം, പ്രതിഫലം അള്ളാഹുവിനോട് മാത്രം പ്രതീക്ഷിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.